നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന സാമുവൽ ജെറോമിനെതിരെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. മധ്യസ്ഥ ചർച്ചയുടെ പേരിൽ സാമുവൽ ജെറോം പണപ്പിരിവ് നടത്തുന്നുവെന്നാണ് ആരോപണം. $40,000 നേരത്തെ വാങ്ങിയ സാമുവൽ ജെറോം വീണ്ടും $20,000 പിരിക്കാൻ ശ്രമിക്കുന്നു. ഒരു തവണ പോലും സാമുവൽ കുടുംബവുമായി സംസാരിച്ചിട്ടില്ലെന്നും തലാലിന്റെ സഹോദരൻ പറയുന്നു. പിയാസുനിലൂടെ കൂടുതൽ വിവരങ്ങളുമായി. പിയാസുനിൽ, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ തലാലിന്റെ സഹോദരൻ തന്നെ നേരിട്ട് സാമുവൽ ജെറോമിനെതിരെ രംഗത്ത് വരികയാണ്. ഇതിന്റെ പിന്നിൽ ചിലർ പണപ്പിരിവും പുട്ടിണിയും കൂടി നടത്തുന്നുണ്ടോ പിയാസുനിൽ? അരുൺ, ഏതായാലും ആ തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ മെഹദി ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. സാമുവൽ ജെറോം യമനിലുള്ള മലയാളി അഭിഭാഷകനാണ്. സാമുവൽ ജെറോമിന്റെ വസതിയിലാണ് നിമിഷപ്രിയയുടെ മാതാവ് അമ്മ തങ്ങുന്നത്. അപ്പോൾ സാമുവൽ ജെറോം തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു അഭിഭാഷകനാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നേരത്തെ നിമിഷപ്രിയ സേഫ് ഫോറത്തിന്റെ ഒക്കെ തന്നെ ഭാഗമായിരുന്നു. ഏതായാലും ഇപ്പോൾ സാമുവൽ ജെറോമിനെതിരെ ഗുരുതരമായ ആരോപണം അബ്ദുൾ മെഹദി ഉയർത്തുകയാണ്. നേരത്തെ $40,000 ഈ ഒരു മധ്യസ്ഥ ചർച്ചയുടെ ഭാഗമായി സാമുവൽ ജെറോം വാങ്ങിയിരുന്നു. ആ പണത്തെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ $20,000 കൂടി ഇദ്ദേഹം പിരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അബ്ദുൾ മെഹദി ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കുന്നത്. ഒരു തവണ പോലും തലാലിന്റെ കുടുംബവുമായി സാമുവൽ ജെറോം സംസാരിച്ചിട്ടില്ല. ഒരു ടെലിഫോൺ മെസ്സേജ് പോലും അയച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രധാനമായും അബ്ദുൾ മെഹദി ആരോപണമായി ഉന്നയിക്കുന്നത്. ഏതായാലും ഈ ഒരു മധ്യസ്ഥ ചർച്ചയുടെ കാര്യത്തിൽ ഒരു പ്രയോജനവുമില്ല. കുടുംബം ഉറച്ച നിലപാടിലാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുക തന്നെ വേണം എന്ന നിലപാടിൽ ഈ തലാലിന്റെ കുടുംബാംഗങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ആവർത്തിച്ച് ഇപ്പോൾ അബ്ദുൾ മെഹദി ഫേസ്ബുക്കിലൂടെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി ചിലർ ഇത്തരത്തിൽ ഇടപെടുന്നത് അവർക്ക് വ്യക്തിപരമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന ആരോപണം കൂടി ഇപ്പോൾ ഗുരുതരമായി ഒരു വിഷയമായി ഉന്നയിക്കുകയാണ് അബ്ദുൾ മെഹദി. ഓക്കെ, അത് സുനിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ സാമുവൽ ജെറോമിനെ പോലെയുള്ളവർ അങ്ങനെ പണപ്പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അത് അത്യന്തം അപലപനീയമാണ്. തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ പരാതി എന്താണെന്നുള്ളത് ശ്രദ്ധിക്കണം. ഈ സാഹചര്യങ്ങളിൽ നിമിഷപ്രിയയുടെ ജീവനാണ്. നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതിലാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ. അതിനിടയിൽ പണം പിരിക്കലും അതൊക്കെ പിന്നീട് വേണമെങ്കിലാവാമല്ലോ. ഇത് ഈ സമയത്ത് നടത്തുന്നത് പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടുന്ന മനുഷ്യർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.